എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാണ്. ഒന്നുകിൽ മൈക്ക് പിണങ്ങും, അല്ലെങ്കിൽ മൈക്കുകാരൻ പിണങ്ങും, അല്ലെങ്കിൽ ചെണ്ട കൊട്ടും, അല്ലെങ്കിൽ പത്രക്കാർ കളഞ്ഞിട്ട് പോവും. എന്തൊരു ശനിദശയാണ്. ശബരിമല അയ്യപ്പൻ്റെ കേസ്, അതായത് 2018 മുതലാണ് ഈ ശനിദശ തുടങ്ങിയത് പിണറായിക്ക്. ശനിദശ മാറ്റാൻ വേണ്ടി റിസോർട്ടിൽ എന്ത് നടത്തി? പൂജ നടത്തി. 3 ദിവസത്തെ പൂജ നടത്തി. തന്ത്രിയെ വിളിച്ചെടുത്ത് പൂജ നടത്തി. പ്രശ്നം വെച്ചു. കാണിപ്പയ്യൂരിനെ പോലെയുള്ള പയ്യന്നൂരിലെ പോയി അവിടുത്തെ ആശാനെ കണ്ടു, ജ്യോതിഷയെ കണ്ടു. അമ്പലങ്ങളിലൊക്കെ ഭാര്യയും മകളും കൂടെ പോയി, ടീച്ചറും മോളും കൂടെ പോയി പൂജ ചെയ്തു. പക്ഷെ സംഗതി ഏൽക്കുന്നില്ല. ഇന്നലെയും കണ്ണൂർ ഒരു പരിപാടി അവതരിച്ചപ്പോൾ മൈക്ക് മുടങ്ങി. ഇന്നലെ പിന്നെ അദ്ദേഹം ചൂടായില്ല, കാരണം ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഇപ്പം ചൂടാവില്ല. ഇപ്പം PR പറഞ്ഞിട്ടുണ്ട് ചൂടാവരുത്. 2 PR ടീമാണ് കൂടെ ഇടതുവശത്തും വലതുവശത്തും നിൽക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ കണ്ണങ്ങനും ഇങ്ങനെ ഒന്ന് ചൂടായി വന്നാൽ താഴെ നിന്നുകൊണ്ട് PR നോ 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 ചൂടാവരുത് നോ കെട്ടിപ്പിടിച്ചോണം. കുട്ടികളടുത്ത് വന്നാൽ കെട്ടിപ്പിടിച്ചോണം. എല്ലാം ഇങ്ങനെ നല്ല ഒരു നാടകത്തിൽ അഭിനയിക്കാനുള്ള എല്ലാം പഠിപ്പിച്ച് വിടുകയാണ്. രാവിലെയും വൈകിട്ട് ഈ PR രാവിലെ ഒരു ടീം, വൈകിട്ട് ഒരു ടീം, ക്ലിഫ് ഹൗസിലൊരു ടീം, മുഖ്യമന്ത്രി ഓഫീസിലൊരു ടീം, ഇങ്ങനെ പഠിപ്പിച്ച് വിടുകയാണ്. കുളിപ്പിച്ച് കൊച്ചുകുട്ടികളെ കൊണ്ട് നമ്മൾ സ്റ്റേജിൽ കയറ്റി നിർത്തുമല്ലോ സ്വാതന്ത്ര്യദിന പരിപാടിക്ക്, അതുപോലെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മൈക്ക് മുടങ്ങി. ഇടയ്ക്ക് പലവട്ടം മൈക്ക് മുടങ്ങിയിട്ടുണ്ട്. മൈക്ക് മുടങ്ങിയത് പോട്ടെ, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് KSTAയുടെ സമ്മേളനം, അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങുന്നു, ചെണ്ട ഭയങ്കരമായിട്ട് അടിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഇവിടെ ആരാ ഇത് മുട്ടുന്നത്? നമ്മളെ പരിപാടിയിൽ മുട്ടുന്നതാണോ വേറെ ഏതെങ്കിലും ഘോഷയാത്ര? ഇപ്പോൾ ഈ ഉത്സവ സീസണാണ്, അപ്പോൾ ഘോഷയാത്രകളൊക്കെ ഒരുപാട് പോകും, ഈ അമ്പലത്തിലെ യാത്രകളൊക്കെ ഒരുപാട് പോകും. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചാൽ ഘോഷയാത്ര ഉണ്ട്, ആരാ മുട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും ഈ മുട്ടുന്നവൻ വിചാരിച്ചെന്തറിയാവോ, ഈ അടിക്കുന്ന ചെണ്ടക്കാർ വിചാരിച്ചു ഈ ശബ്ദം പോരെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവർ പടപടപട അടിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് മുട്ടുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ ലവന്മാർ മുട്ടുന്നതിൻ്റെ ശബ്ദം കൂട്ടുകയാണ്. അങ്ങനെ പ്രസംഗിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി പറയാണ്, ഞാൻ പ്രസംഗിക്കുന്നത് പുറത്ത് കേൾക്കാതിരിക്കാനല്ലേ. നേരത്തെ മുഖ്യമന്ത്രിയുടെ തമാശയാണ്. മുഖ്യമന്ത്രിയെ പൊക്കിക്കൊണ്ടൊരു വനിത ആങ്കർ വർത്താനം പറഞ്ഞു. അപ്പോൾ അമ്മാതിരി പണിയൊന്നും വേണ്ട കേട്ടോ, എന്നാരും പൊക്കയൊന്നും വേണ്ട, ഞാൻ സ്വയം പൊങ്ങി നിൽക്കുന്നതാണ്, അമ്മാതിരി പണി വേണ്ട, മാറി നിൽക്കുക അങ്ങോട്ട്. കഴിഞ്ഞ ദിവസം വെള്ളറടയിലൊരു പരിപാടി നടത്തി, അമ്പൂരിയിലൊരു ബ്രിഡ്ജിൻ്റെ പരിപാടി, വലിയ പരിപാടിയായിരുന്നു. അതിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പാവപ്പെട്ട ഒരു പെൺകുട്ടി, ഒരു നാടാർ സമുദായത്തിൽപ്പെട്ട വളരെ സാവസ്തുവായിട്ട് CPMൻ്റെ ഒരാൾ, ഇപ്പോൾ പെട്ടെന്ന് ജയിച്ചതാണ്. അവർ വന്ന് ഒരു സെൽഫി എടുത്തോട്ടെന്ന്, കൊച്ചു കുട്ടിയാണ്, മോളെ പ്രായമില്ല, മാറി നിൽക്കുമെന്ന് പറഞ്ഞു. കടക്കപ്പുറത്തെന്ന് പറയാൻ പറ്റില്ല, കാരണം വാതിൽ ഇല്ലല്ലോ അവിടെ, മാറി നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 സ്റ്റെപ്പ് മുമ്പോട്ട് വന്നപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നിവേദനം കൊടുത്തു. അപ്പോൾ പറഞ്ഞു, അവിടെ ആകെ വട്ട, ഇതെന്താ എനിക്ക് തരുന്നത്, ബോംബാണോ? ഉടനെ തന്നെ ഗൺമാനോട് വാങ്ങിക്കാൻ. അപ്പോൾ ഗൺമാൻ വാങ്ങിച്ച് അത് എവിടെയോ വലിച്ചേറി കളഞ്ഞു. എന്നിട്ട് തിരിച്ച് വിളിക്കുമെന്ന് പറയും. ഇതുവരെ തിരിച്ച് വിളിച്ചില്ല പഞ്ചായത്ത് പ്രസിഡന്റ്, വിളിച്ചോന്നറിയില്ല, വാർത്ത വന്നില്ല. അങ്ങനെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊരു ദുരന്ത കഥയാണ്. ഷേക്സ്പിയറിൻ്റെ ചില കഥാപാത്രങ്ങളുണ്ട്. ആ ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങൾ ദുരന്ത കഥകളാണ്. എവിടെ പോയാലും അവസാനം അത് കരച്ചിലും കണ്ണീരിലെതിരും. ചില ക്ഷേത്രങ്ങളുണ്ട്, ഇപ്പം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് എനിക്കറിയാം, എൻ്റെ കുഞ്ഞുനാളിലുള്ള ചില ഞാൻ പേര് പറയുന്നില്ല, ഞാനുമൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പരിപാടി തുടങ്ങും, തല്ലും തുടങ്ങും. ഒരറ്റത്ത് സ്റ്റേജിൽ പരിപാടി, പറമ്പിൽ തല്ല്, സ്റ്റേജിൽ പരിപാടി. അതിൽ വെള്ളം അടിച്ചുകൊണ്ട് ലോക്കൽ ആളുകൾ, മരുമക്കൾ എല്ലാ കടയിൽ വരുന്നത് ബന്ധുമിത്രാദികളാണ് തല്ലുന്നല്ല. കരക്കാരാണല്ലോ ഇതൊക്കെ നടത്തുന്നത്. വെളിയിൽ നിന്ന് ആരും തല്ലാനില്ല, പക്ഷേ നല്ല രസമാണ്. സ്റ്റേജിൽ പരിപാടി ബാലെ, പറമ്പിൽ തല്ല്, സ്റ്റേജിൽ നാടകം, പറമ്പിൽ തല്ല്, സ്റ്റേജിൽ കഥാപ്രസംഗം, ശാമ്പൻ്റെ കഥ, അവിടെ തല്ല്, വ്യാപകമായിട്ട് തല്ലുകൾ. പെണ്ണുങ്ങളൊന്നും ഒരു ദിവസം, ആദ്യത്തെ ദിവസം തല്ല് നടന്നാൽ 2ാം ദിവസം സ്ത്രീകളൊന്നും ആ ഭാഗത്തോട്ട് പോവില്ല, വീട്ടുകളിൽ പോകും. അപ്പോൾ ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ എല്ലാം ഈ പറയുന്ന പോലെ ദുരന്തങ്ങളുടെ ഒരു കഥാപാത്രമായി ഇദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് സകല ബസ്സിലും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ഈ ഫ്ലെക്സ് ഒട്ടിച്ചിട്ടുണ്ട്. അത് വേറൊരു വഴിക്ക് പോകുന്നു. മറ്റൊരു തരത്തിലേക്കുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ PR വർക്കിന് വേണ്ടി കോടികൾ വാരി എറിയുന്നു. ഇന്നലെ 20 കോടിയുടെ പിള്ളേരെ വെച്ചുകൊണ്ടുള്ള ഒരു സർവേ, പിള്ളേർ കളി, 1 ലക്ഷം പിള്ളേർ കളി. ഈ 1 ലക്ഷം പിള്ളേർ കളി സർവേ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഏൽപ്പിച്ചാണ് ചെയ്തത്. അത് വേറൊരു ദുരന്തം, അല്ല അവരുടെ വെബ്സൈറ്റൊക്കെ വെച്ചാണ് ചെയ്തത്, അത് വേറൊരു ദുരന്തമാണ്. അപ്പോൾ ആ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന ദുരന്തത്തെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ വലിയ സംവിധാനമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് കത്ത് പോയിരിക്കുന്നു. ഈ പിള്ളേർ കളിക്ക് പിള്ളേരില്ല, അതായത് വീടുകളിൽ പോയി അടി വാങ്ങിക്കാൻ പിള്ളേരില്ല. വീടുകളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, ശബരിമലയിലെ കാര്യം ചോദിക്കും,
PMCയിൽ ഒപ്പിടാത്ത കാര്യം, ഒപ്പിട്ടിട്ട് നമുക്ക് പൈസ മേടിക്കാത്തതെന്ന് ചോദിക്കും. ആഗോള അയ്യപ്പ സംഗമം നടത്തി പുട്ടടിച്ചിട്ട് പൈസ കൊടുക്കാത്തതെന്ന് ചോദിക്കും. പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും ചോദിക്കും, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ഈ സ്ത്രീ പ്രവേശനത്തിൽ എന്താ നിലപാടെന്ന് ചോദിക്കും. ഇതൊക്കെ ചോദിക്കുമെന്നുള്ളതുകൊണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പിള്ളേരാരും ഇതിനകത്ത് വരുന്നത്. അവർക്ക് വേറെ സ്വിഗ്ഗി പോയാൽ 30,000 രൂപ കിട്ടും, ഇവിടെ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും DYFI SFI കുട്ടികളെ പരമാവധി അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു. ഗവൺമെൻറ് പരിപാടിയാണേ, ഗോവിന്ദ മാഷാണ് കത്ത് അയക്കുന്നത്. കത്ത് ലീക്കായി, എന്നിട്ടും പിള്ളേരെ കിട്ടിയില്ല. പരിപാടി പപ്പടമായി പൊളിഞ്ഞു. 1,00,000 ബാഗ്, 1,00,000 പാഡ്, 1,00,000 പേന, 1,00,000 ലീഫ്ലെറ്റ്, ഇതെല്ലാം അടിച്ചു വച്ചിരിക്കുകയാണ്. അതിനിടയിൽ സുപ്രീം കോടതി പോയിരിക്കണം. ഹൈക്കോടതി പറഞ്ഞ് എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് PR വർക്കിൻ്റെ ഒരു പരമ്പര, ഈ ഉദ്ഘാടനങ്ങളുടെ പരമ്പര, ഒരിക്കൽ ഉദ്ഘാടനം ചെയ്ത് തന്നെ വീണ്ടും ഉദ്ഘാടനം, ഒരു മുറിയുടെ ഉദ്ഘാടനം, ഒരു ഹാളിൻ്റെ ഉദ്ഘാടനം. ഇപ്പം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം വിഭാഗത്തിൽ ഒരു ചെറിയ ഹാള് കെട്ടിടം റോഡിൻ്റെ നമ്മൾ ടൗണിലോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വലതുവശത്താണല്ലോ വലിയ ക്യാമ്പസ് ഉള്ളത്. ഇടതുവശത്തിരിക്കുന്ന ചെറിയ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വലിയ ക്യാമ്പസിൻ്റെ ഓപ്പോസിറ്റിരിക്കുന്ന ചെറിയ ക്യാമ്പസ്. അതിൽ മലയാളം വിഭാഗം ഏതോ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ഒരു ഹാള് കെട്ടി അതിൻ്റെ ഉദ്ഘാടനം. കെട്ടിടം പൊളിഞ്ഞ് വീഴാറായിരിക്കുകയാണ്. ഇങ്ങനെ ഒരിക്കൽ ഉദ്ഘാടനം ചെയ്തത് വീണ്ടും ഉദ്ഘാടനം, പിന്നെ പല തരത്തിലാണ് പോകുന്നത്. പക്ഷേ അവസാനത്തെ കഥ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആ പരിപാടി ദുരന്തത്തിലേ അവസാനിക്കുള്ളൂ. മണിശങ്കര അയ്യരെ കൊണ്ടുവന്ന് എന്തൊക്കെയോ പറഞ്ഞ് പുള്ളിക്കാരൻ ആവശ്യമുള്ള തെറിയും മാച്ചോണ്ട് ഇവിടെ നിന്ന് പോയി. അത് ഓരോരുത്തരെ കൊണ്ട് ഇറങ്ങും. അമർത്യാസൻ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് കേരളത്തിൽ അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, ലോകത്തിന് ഒന്നാമതാണെന്നൊക്കെ പറയുന്നു. ഈ അമർത്യാസെന്നിനെ പോലെയുള്ളവരും ഈ മണിശങ്കര അയ്യരമാരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്മാരെ, ഇവിടെ 1.5 ലക്ഷം കോടി രൂപ വരുന്നത് വിദേശത്തു നിന്നാണ്. ഇവിടെ 60% വിദ്യാഭ്യാസം നടത്തുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളും എയ്ഡഡ് സ്ഥാപനങ്ങളുമാണ്. ഇവിടെ 65% ആളുകളും പോകുന്നത് സ്വകാര്യ ഹോസ്പിറ്റലിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട സ്വകാര്യ മേഖലയിലേക്ക് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ വന്ന് നിന്നിട്ട് എല്ലാം പൊതുമേഖലയാണ്, എല്ലാം സർക്കാരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് PR തള്ളുമ്പം ആ PRൻ്റെ കൂടെ ഇരുന്ന് ഉന്താനും തള്ളാനും നിൽക്കുന്ന ഈ ചേട്ടന്മാർ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉന്തും തള്ളും നടക്കുന്നതിനിടയിലാണ് ഈ പരിപാടികൾ പല സ്ഥലത്തും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു തമാശ കൂടെ വിട്ടു, എല്ലാം പറഞ്ഞ് മറന്നു, ഈ ഓർമ്മയിൽ വരണമല്ലോ. ഇന്നലെ 2 മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തി. ഞാൻ ഈ പറഞ്ഞ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി. 2 സ്ഥലത്തും ഈ കുഴൽ വെച്ചവന്മാരില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഷയാണ്. കുഴൽ എവിടെയെന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ കുഴൽ വെച്ച് പിടിച്ചാലല്ലേ ചാനലിൽ വരുള്ളൂ. അപ്പോൾ കുഴൽ വെച്ച് പിടിക്കാനുള്ള മുഖ്യധാര ചാനലുകൾ 2-3 കുഴലൊക്കെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്, ക്യാമറകളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ലോക്കലായിട്ട് ഇവർ സംഘാടകർ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചതായിരിക്കും. വേറെ പ്രധാനപ്പെട്ട ചാനലുകളുടെ കുഴലുകളൊന്നും കണ്ടില്ല, മറ്റേ കൊണ്ടിയും കണ്ടില്ല. കൊണ്ടിയും കുഴലും കാണാത്തത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമായിരുന്നു. അത് ഇന്നലത്തെ കണ്ണൂരത്തെ മിനിഞ്ഞാന്നത്തെ പരിപാടി. ഇന്നലെയാണെങ്കിൽ മൈക്ക് പിണക്കം, ഇന്നാണെങ്കിൽ വേറെ പരിപാടി. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് KST കോട്ടയത്തെ പരിപാടിയിൽ ചെണ്ടയടി. അപ്പോൾ ചെണ്ടമുട്ടും, മൈക്ക് പിണങ്ങും, പ്രസംഗിക്കാൻ വന്നാൽ ആളില്ല. മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ അപ്പോൾ തന്നെ അപ്പോടെ ആളുകൾ പോകും. വികസന ജാതിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഗോവിന്ദ മാഷ് പ്രസംഗിക്കുമ്പോൾ ഒരു മനുഷ്യനില്ല, അവരെല്ലാം കൂടി എക്സ്പ്രസ് ഹൈവേ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയി. കാരണം ഗോവിന്ദ മാഷ് പറഞ്ഞ് 10 മിനിറ്റുള്ളിൽ ഒരിടത്ത് വെയിറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 20 മിനിറ്റ് 39 ട്രെയിൻ അങ്ങോട്ട്, 30 ട്രെയിൻ ഇങ്ങോട്ട്, അങ്ങനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇപ്പോൾ എത്ര മിനിറ്റ് കഴിഞ്ഞ്? 10 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ 20 മിനിറ്റേ ഉള്ളതിൽ പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റിനകത്ത് അടുത്ത ട്രെയിൻ വന്നു. അതുകൊണ്ട് ഗോവിന്ദ മാഷിൻ്റെ പ്രസംഗം കേൾക്കാൻ 10 മിനിറ്റിൽ കൂടുതൽ ഇപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കത്തില്ല, കാരണം ട്രെയിൻ വന്നല്ലോ. എന്തൊരു തള്ളാണിത് കേരളത്തിൽ. ആരെയാണ് ഈ തള്ളിമറിക്കുന്നത്? മോളിൽ മെട്രോ, കേരയിൽ ഇടയ്ക്ക് മെട്രോ, താഴെ വാട്ടർ മെട്രോ, എല്ലാം കൂടി കൊച്ചിയിൽ സംഗമിക്കും, പിന്നെ കോഴിക്കോട്ട് സംഗമിക്കും. തീരദേശ ഹൈവേ, പിന്നെ മലയോര ഹൈവേ, തുരങ്കം, എന്തെല്ലാമാണ് ഇവിടെ. സീപ്ലെയിൻ, എയറോപ്ലെയിൻ, എല്ലായിടത്തും വളരെ സുന്ദരമായൊരു നാടാണ്. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും നീണ്ടുപോകും. ഞാൻ അവസാനിപ്പിക്കുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും, എവിടെ തിരിഞ്ഞെന്ന് നോക്കല്ലാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് പറഞ്ഞതുപോലെ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെല്ലാം ദുരന്തം മാത്രമാണല്ലോ.